Hi, my dears. Good morning. Again, we are now next history class. Last day, we started our 12th chapter. And we need to take from next 165, page number 165. Next topic, how were states to be formed? What about that topic? All of you listen to that. Back in the 1920s, the Indian National Congress, the main party of the freedom struggle, had promised that once the country won independence, each major linguistic group would have its own province. അല്ലേ എന്താ പറഞ്ഞിരിക്കുന്നത്? 1920s ബിഫോർ ദി ഇൻഡിപെൻഡൻസിൽ ഇലക്ഷന് വേണ്ടിയിട്ട് നടക്കുന്ന ക്യാമ്പയിൻസിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിനെതിരെയുള്ള നാഷണൽ സ്ട്രഗിൾസിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ദ മെയിൻ പാർട്ടി ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ അല്ലേ, ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത മെയിൻ പാർട്ടി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ സമയത്ത് പ്രോമിസ് കൊടുത്തിരുന്നു ആളുകൾക്ക്. ഹാഡ് പ്രോമിസ്ഡ് ദാറ്റ് വൺസ് ദ കൺട്രി വോൺ ഇൻഡിപെൻഡൻസ് ഈച്ച് മേജർ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് വുഡ് ഹാവ് ഇറ്റ്സ് ഓൺ province. However, okay. The main party, that was Indian National Congress, the struggle for freedom before the independence against the Britishers. At that time, they promised once the country won independence, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈച്ച് മേജർ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് വുഡ് ഹാവ് ഇറ്റ്സ് ഓൺ പ്രോവിൻസ്. ആ സമയത്ത് തന്നെ ഇന്ത്യയിൽ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ടായിരുന്നു അല്ലേ. ആ ഓരോ ലാംഗ്വേജസിൻ്റേതുമായിട്ടുള്ള സ്റ്റേറ്റ്സ് അവരുടേതായിട്ടുള്ള പ്രോവിൻസസ് കൊടുക്കുമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രോമിസ്. എന്താണ് ലിംഗ്വിസ്റ്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ലിംഗ്വിസ്റ്റിക് റിലേറ്റിംഗ് ടു ലാംഗ്വേജ്. സൈഡിലുള്ള വേർഡ്സ് എല്ലാം ശ്രദ്ധിക്കട്ടോ. ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഗ്രൂപ്പ്സ് എന്നത് ആണ് ഉദ്ദേശിക്കുന്നത്. ഹവർ ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് ദ കോൺഗ്രസ് ഡിഡ് നോട്ട് ടേക്ക് എനി സ്റ്റെപ്സ് ടു ഹോണർ ദിസ് പ്രോവിൻസ്. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം കോൺഗ്രസ് എന്ത് ചെയ്തില്ല, സെപ്പറേറ്റ് ലാംഗ്വേജസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്രോവിൻസ് കൊടുക്കുമെന്നുള്ള ആ ഒരു പ്രോമിസിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തില്ല. ഫോർ ഇന്ത്യ ഹാഡ് ബീൻ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ. ഇന്ത്യ എന്ന് പറഞ്ഞ ആളുകൾ റിലീജിയൻ്റെ ബേസിൽ ഡിവൈഡഡ് ആണ്, മതങ്ങളുടെ പേരിൽ ഡിവൈഡഡ് ആണ്. ഡെസ്പൈറ്റ് ദ വിഷസ് ആൻഡ് എഫേർട്സ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു, ആഗ്രഹിച്ചുകൊണ്ടിരുന്നു റിലീജിയൻ്റെ പേരിൽ ഇന്ത്യ ഡിവൈഡ് ആവരുത് എന്നുള്ളത്. എന്നിട്ട് പോലും ഇന്ത്യ എന്ത് ചെയ്തു, രണ്ടായിട്ട് മാറി. പാകിസ്ഥാൻ, ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് കൺട്രി ആയിട്ട് മാറി അല്ലേ. ഫ്രീഡം ഹാഡ് കം നോട്ട് വൺ നേഷൻ ബട്ട് ടു അല്ലേ. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷേഴ്സിൽ നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്ക് മാത്രമല്ല കിട്ടിയിട്ടുള്ളത്, വേറെ ഒരാൾക്ക് കൂടി കിട്ടിയ ആരാണത്? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മറ്റൊരു കൺട്രി കൂടി ഫോം ചെയ്തപ്പോൾ. ആസ് എ റിസൾട്ട് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, മോർ ദാൻ 1 million people had been killed in riot between Hindus and Muslims അല്ലേ. അങ്ങനെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രണ്ട് കൺട്രി ആയിട്ട് പാർട്ടീഷൻ ചെയ്തപ്പോൾ മോർ ദാൻ 1 million people, അതായത് 10 ലക്ഷത്തിലധികം ആളുകൾ എന്ത് ചെയ്തു, കൊല്ലപ്പെട്ടു. ഇൻ റൈറ്റ്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിൽ ഹിന്ദുസിൽ നിന്നും മുസ്ലിംസിൽ നിന്നും. കുഡ് ദ കൺട്രി അഫോർഡ് ഫർദർ ഡിവിഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. ഇനി ലാംഗ്വേജിൻ്റെ ബേസിൽ ഇന്ത്യയെ ഡിവൈഡ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡേഴ്സിന് പേടിയായിരുന്നു. വീണ്ടും കൺട്രി ഡിവൈഡഡ് ആവോ എന്നുള്ളൊരു പേടിയായിരുന്നു. വേറെ കൺട്രീസ് ആയിട്ട് ഫോം ചെയ്യുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ദ ഡിഡിൻ ടേക്ക് എനി സ്റ്റെപ്സ് ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് ഫോർ ലാംഗ്വേജ് ഗ്രൂപ്പ്. Both the Prime Minister Nehru and Deputy Prime Minister Vallabhbhai Patel were against the creation of linguistic state. ലാംഗ്വേജിൻ്റെ ബേസിലുള്ള സ്റ്റേറ്റ്സിനെ ഫോം ചെയ്യുന്നതിന് എതിരെയായിരുന്നു പ്രൈം മിനിസ്റ്ററും അതുപോലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വല്ലഭായി പട്ടേലും. ആഫ്റ്റർ ദ പാർട്ടീഷൻ നെഹ്റു സെഡ് അല്ലേ, എന്താണ്, പാകിസ്ഥാനും ഇന്ത്യയും രണ്ടായിട്ട് ഭാഗിച്ചപ്പോൾ നെഹ്റു പറഞ്ഞെന്താണ്, ഡിസ്റപ്ഷനിസ്റ്റ് ടെൻഡൻസീസ് ഹാഡ് കം ടു ദ ഫോർ അല്ലേ. അതായത് ഡിസ്റപ്ഷനിസ്റ്റ് ടെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഹാഡ് കം ടു ദ ഫോർ, മുമ്പിൽ ഇനിയും വന്നുകൊണ്ടിരിക്കും, തടസ്സങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. ടു ചെക്ക് ദം, അതിനെ നന്നായിട്ട് ചെക്ക് ചെയ്യണം. ദ നേഷൻ ഹാഡ് ടു ബി സ്ട്രോങ് ആൻഡ് യുണൈറ്റഡ്. നേഷൻ എന്തായിരിക്കണം, സ്ട്രോങ് ആയിട്ടുള്ള യുണൈറ്റഡ് ആയിട്ടുള്ളതായിട്ട് മാറണം. ഓറാസ് പട്ടേൽ പുട്ടിറ്റ് അല്ലേ, അല്ലെങ്കിൽ എന്താവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പട്ടേൽ പറയുന്ന വേർഡ്സ് ആണ് ഇവിടെ, വല്ലഭായി പട്ടേൽ പറയുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. The first and last need of India at the present moment is that it should be made a nation.
ആദ്യത്തെയും അവസാനത്തെയും ആയിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയെ ഒരു നാഷനാക്കി മാറ്റണം എന്നുള്ളതാണ്. എവറിത്തിങ് വിച്ച് ഹെൽപ്സ് ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം. നാഷണലിസം വളർന്നു വന്നപ്പോൾ എല്ലാത്തിനും നാഷനായി മാറുന്നതിന് എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ടു ഗോ ഫോർവേഡ് ആൻഡ് എവറിത്തിങ് വിച്ച് ത്രോസ് ഓബ്സ്റ്റക്കിൾസ്. എല്ലാ ഓബ്സ്റ്റക്കിൾസും എന്ത് ചെയ്തു? മാറി ആൻഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ഇറ്റ്സ് വേ ഹാർഡ് ടു ബി റിജക്റ്റഡ്. എന്തൊക്കെ ഇതിന് ഒബ്സ്റ്റക്കിളായിട്ട് വന്നോ അതെല്ലാം ഒഴിവാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വി ഹാവ് അപ്ലൈഡ് ദിസ് ടെസ്റ്റ് ടു ലിംഗ്വിസ്റ്റ് പ്രോവിൻസസ് ഓൾസോ. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ ലാംഗ്വേജ് ബേസിലുള്ള ഒരു ടെസ്റ്റ് കൂടി നടത്തണോ എന്നുള്ളതാണ് ഇയാൾ ചോദിക്കുന്നത്. ആൻഡ് ബൈ ദിസ് ടെസ്റ്റ് ഇൻ അവർ ഒപ്പീനിയൻ cannot be supported. അല്ലേ, ഈ ഒരു ടെസ്റ്റ് ഞങ്ങൾക്കിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം അവരെല്ലാം പേടിച്ചത് എന്താണ്? ലാംഗ്വേജിൻ്റെ ബേസിലും ഇനി ഇന്ത്യ ഡിവൈഡഡ് ആവുമോ എന്നുള്ളതായിരുന്നു പേടി. That the Congress leaders would now go back on their promise created great disappointment. ആ സമയത്ത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലാംഗ്വേജിൻ്റെ ബേസിൽ സ്റ്റേറ്റ് ഫോം ചെയ്യണം എന്നുള്ളത്. ഒരേ ലാംഗ്വേജ് സംസാരിക്കുന്നവർ ഒരേ റീജിയൻസിൽ ജീവിക്കുന്ന പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോമിസ് പ്രതീക്ഷിച്ചിരുന്നവരെല്ലാം എന്ത് ചെയ്തു? ഡിസപ്പോയിൻറ്റഡ് ആയി, നിരാശരായി. ദ കന്നഡ സ്പീക്കേഴ്സ്, മലയാളം സ്പീക്കേഴ്സ്, മറാത്തി സ്പീക്കേഴ്സ് ഹാഡ് ഓൾ ലുക്ക്ഡ് ഫോർവേഡ് ടു ഹാവിങ് ദെയർ ഓൺ സ്റ്റേറ്റ്സ്. ഇവരെല്ലാം മുന്നോട്ട് നോക്കിയിരിക്കുമായിരുന്നു നമ്മുടേതായിട്ടുള്ള സ്റ്റേറ്റ് ഫോം ചെയ്യുമെന്നുള്ള ചിന്തയിൽ. ദ സ്ട്രോങ്ങസ്റ്റ് പ്രൊട്ടസ്റ്റ് ഹവർ കെയിം ഫ്രം തെലുങ്കു സ്പീക്കിംഗ് ഡിസ്ട്രിക്ട്സ് ഹു വാസ് ദ മദ്രാസ് പ്രസിഡൻസി. അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിലായിരുന്നു തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾ ജീവിച്ചിരുന്നത്. അവരിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ക്രിയേറ്റ് ചെയ്തത്. എന്തിനുമായിട്ട്? ലാംഗ്വേജിൻ്റെ ബേസിൽ സ്റ്റേറ്റ് ഫോം ചെയ്യണമെന്നുള്ള ആവശ്യവുമായിട്ട്. വെൻ നെഹ്റു വെൻ ടു ക്യാമ്പയിൻ അല്ലേ, അവിടെ ഇന്ത്യയിലൂടെ ക്യാമ്പയിൻ ചെയ്തപ്പോൾ, യാത്ര ചെയ്തപ്പോൾ ഡ്യൂറിങ് ദ ജനറൽ ഇലക്ഷൻ ഓഫ് 1952 ഇലക്ഷന് വേണ്ടിയിട്ട് യാത്ര ചെയ്തപ്പോൾ ഹി വാസ് മെറ്റ് വിത്ത് ബ്ലാക്ക് ഫ്ലാഗ്സ് ആൻഡ് സ്ലോഗൻ. അല്ലേ, ഡിമാൻഡ് വി വാണ്ട് ആന്ധ്ര. അല്ലേ, അയാൾ ഫേസ് ചെയ്ത് എന്താണ്? ബ്ലാക്ക് ഫ്ലാഗ്, കറുത്ത കൊടിയും അതുപോലെ ഒരു ഡിമാൻഡും ആയിരുന്നു വി വാണ്ട് ആന്ധ്ര. ആന്ധ്ര എന്ന് പറയുന്ന തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് ആന്ധ്ര എന്ന് പറയുന്ന സ്റ്റേറ്റ് വേണം എന്നുള്ളൊരു ഡിമാൻഡും ആയിരുന്നു അയാൾക്ക് ഫേസ് ചെയ്തത്. ഇൻ ഒക്ടോബർ ദാറ്റ് ഇയർ എ വെറ്ററൻ ഗാന്ധിയൻ. അല്ലേ, വെറ്ററൻ ഗാന്ധിയൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഐഡിയാസ് എല്ലാം ഫോളോ ചെയ്യുന്ന ആള്. ഒക്ടോബറിൽ അയാളുടെ നെയിമാണ് പോറ്റി ശ്രീരാമുലു. അല്ലേ, പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ആള് when a hunger strike demanded the formation of Andhra state to protect the interest of Telugu speakers. തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആന്ധ്ര എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡിമാൻഡ് വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഹങ്കർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഹങ്കർ സ്ട്രൈക്ക് എന്ന് പറയുന്ന നിരാഹാര സമരം, ഭക്ഷണം കഴിക്കാതെയുള്ള സമരം സ്റ്റാർട്ട് ചെയ്തു. ആസ് എ ഫാസ്റ്റ് വെൻഡ് ഓൺ. അല്ലേ, അയാളുടെ ആ ഒരു നിരാഹാര സമരം എന്ത് ചെയ്തു? മുന്നോട്ട് പോയി. ഇറ്റ് അട്രാക്റ്റഡ് മച്ച് സപ്പോർട്ട്. ഒരുപാട് ആളുകൾ ഇയാളെ സപ്പോർട്ട് ചെയ്തു. ഹർത്താൽസ് ആൻഡ് ബന്ദ്സ് വെർ ഒബ്സർവ്ഡ് ഇൻ മെനി ടൗൺസ്. പല പ്ലേസസിലും ഹർത്താലും ബന്ധുകളെല്ലാം ഓർഗനൈസ് ചെയ്തു സെപ്പറേറ്റ് സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട്. തെലുങ്ക് സംസാരിക്കുന്ന ആന്ധ്രയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സ്റ്റേറ്റായ ആന്ധ്രാപ്രദേശ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓൺ 15th December 1952, 58 days into his fast, അയാൾ 58 ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കിടന്നു. അങ്ങനെ 15 December 1952 എന്ത് ചെയ്തു? പോറ്റി ശ്രീരാമുലു ഡൈഡ്. ഭക്ഷണം കഴിക്കാതെ അയാൾ മരണമടഞ്ഞു. ആസ് എ ന്യൂസ് പേപ്പർ പുട്ട് ഇറ്റ്. അല്ലേ, ന്യൂസ് പേപ്പറിലെല്ലാം പബ്ലിഷ് ചെയ്തു. ദ ന്യൂസ് ഓഫ് ദ പാസിംഗ് എവേ ഓഫ് ശ്രീരാമുലു എൻഗൾഫ്ഡ് എൻറ്റയർ ആന്ധ്ര ചോസ്. അല്ലേ, അതായത് ഇയാളുടെ ദ ന്യൂസ് ഓഫ് പാസിംഗ് എവേ ഓഫ് ശ്രീരാമുലുവിൻ്റെ മരണം എൻഗൾഫ്ഡ്, ഹേർഡ്, എല്ലാവരും കേട്ടു. എൻറ്റയർ ആന്ധ്ര ഇൻ ചോസ്. അല്ലേ, അവരുടെ ഇടയിൽ എന്താ മെനി പ്രോബ്ലംസ്. ചോസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് മെനി പ്രോബ്ലംസ്. ഇയാളുടെ മരണം കേട്ടിട്ട് എൻറ്റയർ ആന്ധ്രയിലും ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റഡ് ആയി. The protests were so widespread and intense that the central government was forced to give to the demand. ഈ എതിർപ്പുകളെല്ലാം എല്ലായിടത്തും ക്രിയേറ്റ് ചെയ്തു. ഇൻറ്റൻസ്, ഏറ്റവും അങ്ങേയറ്റം എതിർപ്പുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു? ആ ഡിമാൻഡ് കൺസിഡർ ചെയ്യാൻ, അനുവദിച്ചു കൊടുക്കാൻ തയ്യാറായി. സെപ്പറേറ്റ് ലാംഗ്വേജിൻ്റെ ബേസിൽ സ്റ്റേറ്റ് ഫോം ചെയ്യാമെന്നുള്ള ഡിമാൻഡ് തയ്യാറായി. ദസ് ഓൺ 1st October 1953 ദ ന്യൂ സ്റ്റേറ്റ്സ് ഓഫ് ആന്ധ്ര കെയിം ഇൻ ടു ബീങ്. പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്തു, ആന്ധ്ര എന്ന് പറയുന്നത്. വിച്ച് സബ്സിക്വൻ്റ്ലി ബിക്കെയിം ആന്ധ്രാപ്രദേശ്. പിന്നീട് അത് ആന്ധ്രാപ്രദേശ് എന്നുള്ള നെയിമായിട്ട് മാറി. ഓക്കെ, ആഫ്റ്റർ ദ ക്രിയേഷൻ ഓഫ് ആന്ധ്ര അതർ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസ് ഓൾസോ ഡിമാൻഡഡ് ദെയർ ഓൺ സെപ്പറേറ്റ് സ്റ്റേറ്റ്സ്. അല്ലേ, അപ്പോൾ തെലുങ്ക് ലാംഗ്വേജ് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് ഫോം ചെയ്തപ്പോൾ മറ്റുള്ള ലാംഗ്വേജ് സ്പീക്കേഴ്സും എന്ത് ചെയ്തു? അവരും ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അവരുടെ ലാംഗ്വേജിന് സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. എ സ്റ്റേറ്റ്സ് റെക്കഗ്നൈസേഷൻ കമ്മീഷൻ വാസ് സെറ്റപ്പ്. അങ്ങനെ സ്റ്റേറ്റ്സിനെ
അനുമതി കൊടുക്കുന്ന ഒരു കമ്മീഷൻ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളെ സെറ്റപ്പ് ചെയ്തു, വിച്ച് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1956 റെക്കമെൻഡിങ് ദ റീഡ്രോയിങ് ഓഫ് district and provincial boundaries to form compact provinces of Assamese, Bengali, Oriya, Tamil, Malayalam, Kannada and Telugu speaking respectively. അല്ലേ, അങ്ങനെ ഇവരുടെ ബേസിൽ ഡിസ്ട്രിക്റ്റുകളുടെ അതിർത്തി ഫോം ചെയ്യാൻ ഓരോ സ്റ്റേറ്റിൻ്റെയും അതിർത്തി എന്ത് ചെയ്തു തീരുമാനിച്ചിട്ട്, അവരുടെ ബൗണ്ടറീസ് തീരുമാനിച്ചിട്ട് ഓരോ ലാംഗ്വേജ് സംസാരിക്കുന്നവർക്കും സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് കൊടുത്തു. ആരൊക്കെയായിരുന്നു മെയിനായിട്ടുള്ളത്? ആസാമീസ്, ബംഗാളി, ഒറിയ, തമിഴ്, മലയാളം, കന്നഡ ആൻഡ് തെലുങ്കു സ്പീക്കേഴ്സ് റെസ്പെക്റ്റീവ്ലി. The large Hindi speaking regions of North India was also to be broken up into several states. ഒരുപാട് ഹിന്ദി സംസാരിക്കുന്ന ഒരുപാട് നോർത്തേൺ ഇന്ത്യയിൽ ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു. അതും എന്ത് ചെയ്തു? ചെറിയ ചെറിയ സ്റ്റേറ്റ് ആയിട്ട് മാറി. A little later, 1960, 1960 a bilingual state of Bombay was divided into separate states of Marathi and Gujarati speakers. Bilingual എന്ന് പറഞ്ഞാൽ 2 ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു ബോംബെ. അത് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടായിട്ട് മാറി മറാത്തി സംസാരിക്കുന്നവരായിട്ടും ഗുജറാത്തി ലാംഗ്വേജ് സംസാരിക്കുന്നവരായിട്ടും രണ്ടായിട്ട് മാറി. In 1966, the state of Punjab was also divided into Punjab and Haryana. 1966 പഞ്ചാബും ഹരിയാനയും കൂടി ഡിവൈഡ് ചെയ്തു. The former Punjabi speakers who were mostly Sikh. The later for the rest who spoke not Punjabi but version of Haryanvi or Hindi. അതായത് ഹരിയാന പഞ്ചാബി സ്പീക്കേഴ്സ് പഞ്ചാബിനെ ഡിവൈഡ് ചെയ്യാനുള്ള കാരണം, പഞ്ചാബ് ഹരിയാന എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? പഞ്ചാബി ലാംഗ്വേജ് സംസാരിക്കുന്നവർ ഒരു ടീമും, അതുപോലെ പഞ്ചാബിലുള്ള മറ്റൊരു ടീം സംസാരിക്കുന്നവർ ഹിന്ദിയുടെ ഹരിയാൻവി എന്ന് പറയുന്ന ലാംഗ്വേജ് ആയിരുന്നു, ഹിന്ദി മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ അവർ വേറെയും ആയിട്ട് മാറ്റി അല്ലേ. വീണ്ടും നമ്മൾ ആന്ധ്രാപ്രദേശിനെ ഡിവൈഡ് ചെയ്തു ഇപ്പോൾ അടുത്തായിട്ട്. അത് ലാംഗ്വേജിൻ്റെ ബേസിലല്ല, അത് വലിയൊരു സ്റ്റേറ്റിനെ ഒരു ചെറിയ 2 സ്റ്റേറ്റ് ആക്കി മാറ്റി എന്നുള്ളതാണ് അല്ലേ. തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന അല്ലേ 2 സ്റ്റേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തത് അല്ലേ. ഇവിടെ മാപ്പ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. മുംബൈ ഫസ്റ്റ് പിക്ചറിൽ ബിഫോർ ദ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് അല്ലേ, അതായത് പാകിസ്ഥാൻ ഇവിടുന്ന് വിഭജിച്ച് പോകുന്നതിന് മുമ്പേ ഉള്ളൊരു മാപ്പാണത്. പിന്നെ ഇപ്പുറത്ത് ആദ്യത്തേതിൽ പാകിസ്ഥാൻ വിഭജിച്ചതിന് ശേഷം അല്ലേ, ശേഷം ലാംഗ്വേജിൻ്റെ ബേസിൽ സ്റ്റേറ്റ് ആക്കുന്നതിന് മുമ്പേ ഉള്ള മാപ്പാണ്. പിന്നെ 3ാമത്തെ മാപ്പാണ് ലാംഗ്വേജിൻ്റെ ബേസിൽ സ്റ്റേറ്റ് ആക്കിയതിന് ശേഷമുള്ള മാപ്പ്. ഓക്കെ, ദ നെക്സ്റ്റ് പേജ് 168 പ്ലാനിങ് ഫോർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്ലാനിങ്സ് നടത്താൻ തുടങ്ങി. പാഠപ്പെടുത്ത് ലിഫ്റ്റിംഗ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻസ് ഔട്ട് ഓഫ് പോവർട്ടി. അപ്പോഴും ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ പോവർട്ടി ഫേസ് ചെയ്യുന്നവരുണ്ട്, ദാരിദ്ര്യം ഫേസ് ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യയെയും ഇന്ത്യൻസിനെയും എന്താണ് പോവർട്ടിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് ബിൽഡിങ് എ മോഡേൺ ടെക്നിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബേസ് അല്ലേ. എന്താണ് മോഡേൺ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയലും ആയിട്ടുള്ള were among the major objectives of the new nation. മോഡേൺ ടെക്നിക്കലും ഇൻഡസ്ട്രിയലും ആയിട്ടുള്ള ഒരു ബേസ് ഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു നാഷൻ്റെ എന്താണ് നല്ലൊരു പുതിയൊരു ഒബ്ജക്റ്റീവ്, നമ്മുടെ നാഷൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. In 1950, the government set up a planning commission to help design and execute suitable policies for economic development. അങ്ങനെ 1950 ഗവൺമെൻറ് ഒരു പ്ലാനിങ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. എന്താണ് ഡിസൈൻ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ, കൊണ്ടുവരാണ് സ്യൂട്ടബിൾ പോളിസീസ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സ്യൂട്ടബിൾ പോളിസീസ് ഡിസൈൻ ചെയ്യാനും കൊണ്ടുവരാനും പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, there was a broad agreement on what was called the മിക്സഡ് എക്കണോമി മോഡൽ അല്ലേ. അവർ ബ്രോഡായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആയിരുന്നുണ്ടായിരുന്നത്, അതിനെ മിക്സഡ് എക്കണോമി എന്നാണ് അവരറിയപ്പെടുന്നത്. ഹിയർ ബോത്ത് ദ സ്റ്റേറ്റ് ആൻഡ് ദ പ്രൈവറ്റ് സെക്ടർ വുഡ് പ്ലേ ഇമ്പോർട്ടൻറ്റ് ആൻഡ് കോംപ്ലിമെൻ്ററി റോൾസ് ഇൻ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ ആൻഡ് ജനറേറ്റിംഗ് ജോബ്സ്. ഇവിടെ ഗവൺമെൻറ് മാത്രമല്ല, സ്റ്റേറ്റ് എന്ന് ഇവിടെ പറയുന്ന ഇവിടെ സൈഡിലുണ്ട് വേർഡ് സ്റ്റേറ്റിൻ്റെ മീനിങ് കൺസേൺ വിത്ത് ദ ഗവൺമെൻറ്. ഇവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് എന്നാണ് കേട്ടോ. വേർഡ് ഡസ് നോട്ട് റെഫർ ടു ദ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് വിച്ച് ആർ ഫൗണ്ട് ഇൻ എ കൺട്രി. അതായത് ആ സമയത്ത് ഇന്ത്യയിൽ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ആ സ്റ്റേറ്റ്സിനെ അല്ല പറയുന്നത്. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റും അതുപോലെ പ്രൈവറ്റ് സെക്ടർ അല്ലേ, ഓരോ ആളുകൾ കയ്യിൽ നിന്ന് എടുത്ത് ഓരോ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രൈവറ്റ് സെക്ടറും
ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കോംപ്ലിമെൻ്ററി ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, പ്രൊഡക്ഷനും ജനറേറ്റിംഗ് ജോബ്സ്, ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു സജഷൻ അല്ലേ. അതാണ് അവരുടെ മെയിനായിട്ടുള്ള പോളിസി. വാട്ട് സ്പെസിഫിക്കലി ദീസ് റോൾസ് വർ ടു ബി, വിച്ച് ഇൻഡസ്ട്രി ഷുഡ് ബി ഇനീഷ്യേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് അല്ലേ. അതായത് ഇൻഡസ്ട്രീസ് ഇത് എല്ലാവരും കൂടി ഒന്നിച്ച് നടപ്പിലാക്കുക. ഗവൺമെൻറ് എന്ത് ചെയ്യുക, ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് വിച്ച് ബൈ ദ മാർക്കറ്റും സ്റ്റാർട്ട് ചെയ്യുക. ഹൗ ടു അച്ചീവ് എ ബാലൻസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് റീജിയൻസ് ആൻഡ് സ്റ്റേറ്റ്സ്, ഡിഫറെൻറ്റ് റീജിയൻസും സ്റ്റേറ്റ്സിനും അല്ലേ ഇടയിൽ എങ്ങനെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യും, വാസ് ടു ബി ഡിഫൈൻഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ. അതെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരുന്നത് ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു എക്സിക്യൂട്ടീവ്സ് ആയിരുന്നു. ഈ 1956 the second 5-year plan. ഓക്കെ, 1956 സെക്കൻഡ് 5-year പ്ലാൻ വാസ് ഫോംലെറ്റ്. അതായത് ഈ പ്ലാനിംഗ് കമ്മീഷൻ ഓരോ 5 വർഷത്തേക്കും ഉള്ള ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള പോളിസീസാണ് കൊണ്ടുവരിക. അപ്പോൾ ഫസ്റ്റ് 5-year പ്ലാന്, സെക്കൻഡ് 5-year പ്ലാന് അല്ലേ, ഇപ്പോൾ 12th 5-year പ്ലാന് വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അല്ലേ. അപ്പോൾ അത്തരത്തിൽ അവരെന്ത് ചെയ്തു, സെക്കൻഡ് 5-year പ്ലാന് ഉണ്ടാക്കി. അടുത്ത 5 വർഷത്തേക്കുള്ള പ്ലാൻ അവർ തയ്യാറാക്കി. ദിസ് ഫോക്കസ്ഡ് സ്ട്രോങ്ലി ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് സച്ചസ്, സ്ട്രോങ് ആയിട്ടും ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം. ഹെവി ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള സ്റ്റീല്, ഓൺ ദി ബിൽഡിംഗ് ഓഫ് ലാർജ് ഡാംസ് അല്ലേ. അതായത് ഡാംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീൽ ഉണ്ടാക്കുക, ഡാംസ് ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള പോളിസീസാണ് സെക്കൻഡ് 5-year പ്ലാനിൽ 1956 ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദി സെക്ടേഴ്സ് വുഡ് ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, ദി സെക്ടേഴ്സ് വുഡ് ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സ്റ്റേറ്റ്. ഈ സെക്ടേഴ്സ് എല്ലാം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും. ഇവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് ആണ് കേട്ടോ. ദിസ് ഫോക്കസ് ഓൺ ഹെവി ഇൻഡസ്ട്രി ആൻഡ് എഫേർട്ട് ടു സ്റ്റേറ്റ് റെഗുലേഷൻ ഓഫ് എക്കണോമി വാസ് ടു ബി ഗൈഡ് എക്കണോമിക് പോളിസി ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡീക്കേഡ്സ്. അതായത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ആ പാരഗ്രാഫ്, എന്നാൽ പോലും മനസ്സിലാക്കുക, അടുത്ത വർഷങ്ങളിലോട്ട് കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന എക്കണോമിക് പോളിസീസും അടുത്ത കുറച്ച് വർഷങ്ങളിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ദിസ് അപ്രോച്ച് ഹാഡ് മെനി സ്ട്രോങ് സപ്പോർട്ടേഴ്സ്. ഇതിന് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഇരുന്നാലും ബട്ട് ഓൾസോ സം വോക്കൽ ക്രിറ്റിക്സ്, എന്നാൽ ചില വാക്കുകൊണ്ട് എതിർത്തിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. സം ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഹാഡ് പുട്ട് ഇനാഡ്യൂക്കേറ്റ് എംഫസിസ് ഓൺ അഗ്രികൾച്ചർ. ചില ആളുകൾ ചിന്തിച്ചെന്തോ അഗ്രികൾച്ചറിന് മതിയായിട്ടുള്ള പ്രാധാന്യം ഈ പ്ലാൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ചില ആളുകൾ എതിർത്തിരുന്നത്. അതേഴ്സ് ആർഗ്യൂഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നെഗ്ലക്റ്റഡ് പ്രൈമറി എഡ്യൂക്കേഷൻ. മറ്റു പല ആളുകൾ എതിർത്ത് എന്താണ്, പ്രൈമറി എഡ്യൂക്കേഷൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഈ സമയത്ത് എന്നുള്ളതാണ്. സ്റ്റിൽ അതേഴ്സ് ബിലീവ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ടേക്കൺ അക്കൗണ്ട് ഓഫ് ദ എൻവയോൺമെൻറ്റൽ ഇംപ്ലിക്കേഷൻസ് ഓൺ എക്കണോമിക് പോളിസീസ്. അതായത് എൻവയോൺമെൻറ്റിനെ കെയർ ചെയ്യാതെയാണ് എക്കണോമിക് പോളിസീസ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത്. ആസ് മഹാത്മാഗാന്ധിസ് ഫോളോവേഴ്സ് മീരാബെൻ റോട്ട് ഇൻ 1949. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേച്ചറിനെ എന്താണ് അബ്സോർബ് ചെയ്തുകൊണ്ട് നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എക്കണോമിക് പോളിസീസ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ചിലർ പറയുന്നത്. അത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഫോളോവർ ആയിരുന്ന, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മീരാബെൻ എന്ന് പറയുന്ന ആൾ 1949 അയാൾ എഴുതി സയൻസ് ആൻഡ് മെഷീനറി ഹി മേ ഗെറ്റ് ഹ്യൂജ് റിട്ടേൺസ് ഫോർ എ ടൈം. ഈ സയൻസിലൂടെയും ഈ മെഷീൻസിലൂടെയും എല്ലാം നമ്മൾക്ക് ഒരുപാട് ഹ്യൂജ് റിട്ടേൺസ് ഫോർ എ ടൈം, നമ്മൾക്ക് ഒരുപാട് ലാഭം ഉണ്ടായിരിക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി വി വിൽ കം ഡിസൊലേഷൻ അല്ലേ, അവസാനം നമ്മളുടെ തന്നെ നാശമായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. അതായത് നേച്ചറിനെ കീപ്പ് ചെയ്യാതെ എക്കണോമിക് പോളിസീസ് നടപ്പിലാക്കിയാലുള്ള ഒരു ബാഡ് എഫക്ട്സ് ആണ് അയാൾ പറഞ്ഞിരുന്നത് അന്ന്. വി ഹാവ് ഗോ ടു സ്റ്റഡി നേച്ചേഴ്സ് ബാലൻസ്. നമ്മൾ എന്ത് ചെയ്യണം, നേച്ചറിൻ്റെ ബാലൻസിനെ പഠിക്കണം. ഡെവലപ്പ് അവർ ലീവ്സ് വിത്തിൻ ഹെർ ലോസ്. നമ്മുടെ നേച്ചറിൽ നിന്നുകൊണ്ട് നമ്മളുടെ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതം നേച്ചറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫ് ഫോളോ ചെയ്യണം. ഇഫ് വി ആർ സർവൈവ് ആസ് ഫിസിക്കലി ഹെൽത്തി ആൻഡ് മോറലി ഡീസൻറ്റ് സ്പീഷീസ്. നമ്മൾ സർവൈവ് ഇവിടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടും ഹെൽത്തി ആയിട്ടും മോറൽ ഡീസൻറ്റ് സ്പീഷീസ് ആയിട്ട് നല്ല ഡീസൻറ്റ് സ്പീഷീസ് ആയിട്ട് നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേച്ചറിനെ ബാലൻസ് ചെയ്യണം, നേച്ചറിനെ പഠിക്കണം എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് 171 പേജിൽ ദ നേഷൻ 60 years on അല്ലേ. അവിടെ അബൌട്ട് ദാറ്റ് അവസാനം ആ പാരഗ്രാഫ് ആ ചാപ്റ്ററിൻ്റെ അവസാനം അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെ അവസാനമാണത്.
On 15th August 2007, India celebrated 60 years of its existence as a free nation. 2007 60 years of its അല്ലേ, അതായത് 60 വർഷത്തെ ഇൻഡിപെൻഡൻസ് ആണ് സെലിബ്രേറ്റ് ചെയ്തത്. ഹൗ വെൽ ഹാസ് ദ കൺട്രി ഡൺ ഇൻ ദിസ് ടൈം? അല്ലേ, ഇൻഡിപെൻഡൻസിന് ശേഷം ഒരുപാട് പ്രോബ്ലംസ് ഇതെല്ലാം ഉണ്ടായിരുന്ന ഇന്ത്യ ആ സമയത്ത് എങ്ങനെയായിരുന്നു? ആൻഡ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഹാഡ് ഇറ്റ് ഫുൾഫിൽഡ് ദ ഐഡിയൽസ് സെറ്റ് ഔട്ട് ഇൻ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഐഡിയൽസ് എത്രത്തോളം ഫുൾഫിൽ ചെയ്തു? അല്ലേ, ദാറ്റ് ഇന്ത്യ ഈസ് സ്റ്റിൽ യുണൈറ്റഡ്. നമ്മുടെ ഇന്ത്യ ഇപ്പോഴും യുണൈറ്റഡ് ആണ്. ആൻഡ് ദാറ്റ് ഇറ്റ് സ്റ്റിൽ ഡെമോക്രാറ്റിക്, ഇപ്പോഴും ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ആർ അച്ചീവ്മെൻറ്റ്സ് ദാറ്റ് വി മൈറ്റ് ജസ്റ്റിഫൈ ബി പ്രൗഡ് ഓഫ്. അതിലുള്ള അച്ചീവ്മെൻറ്റ്സിൽ നമ്മൾ പ്രൗഡ് ഓഫ് ആണ്, നമ്മൾക്ക് അഭിമാനമുണ്ട്. Many foreign observers had felt that India could not survive as a single country. ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് ഫോളോ ചെയ്തപ്പോൾ പല ഫോറിനേഴ്സും പറഞ്ഞ എന്താണ്, ഇന്ത്യക്കൊരു യുണൈറ്റഡ് കൺട്രി ആയിട്ട് സർവൈവ് ചെയ്യാൻ, സിംഗിൾ കൺട്രി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ദാറ്റ് ഇറ്റ് വുഡ് ബ്രേക്ക് അപ്പ് ഇൻ ടു മെനി പാർട്സ്, പല ഭാഗങ്ങളായിട്ട് ഇന്ത്യ ഡിവൈഡ് ചെയ്യുമെന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. കാരണം ഒരുപാട് ലാംഗ്വേജും ഒരുപാട് മതങ്ങളുള്ള കൺട്രിയാണ് ഇന്ത്യ എന്നുള്ളത്. വിത്ത് ഈച്ച് റീജിയൻ ഓർ ലിംഗ്വിസ്റ്റ് ഗ്രൂപ്പ്, ഓരോ റീജിയനും ലാംഗ്വേജ് ഗ്രൂപ്പും സീക്കിംഗ് ടു ഫോം എ നാഷൻ ഓഫ് ഇറ്റ്സ് ഓൺ. എല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന നാഷൻ്റെ ഉള്ളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേഴ്സ് ബിലീവ് ദാറ്റ് ഇറ്റ് വുഡ് കം അണ്ടർ മിലിറ്ററി റൂൾ. ചില ആളുകൾ എന്ത് ചെയ്യും, ഇവിടെ പറയുന്നത് എന്താണ്, ഓരോ റീജിയനും ഓരോ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സും അവരുടേതായിട്ടുള്ള നേഷൻ ഫോം ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് ഫോറിനേഴ്സ് പറഞ്ഞിരുന്നത്. അതേഴ്സ് ബിലീവ്, ചില ആളുകൾ പറഞ്ഞ എന്താണ്, ഇവിടെ ഒരു മിലിറ്ററി റൂൾ വരും എന്നുള്ളതായിരുന്നു. ഹവർ ആസ് മെനി ആസ് 13 ജനറൽ ഇലക്ഷൻ ഹാവ് ബീൻ ഹെൽഡ് സിൻസ് ഇൻഡിപെൻഡൻസ്. അല്ലേ, ആ ഇൻഡിപെൻഡൻസ് തൊട്ട് അല്ലെ 13ാമത്തെ ഇലക്ഷൻ വരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആസ് വെൽ ആസ് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഇലക്ഷൻസ്, സ്റ്റേറ്റ് ഇലക്ഷൻസും ലോക്കൽ ഇലക്ഷൻസും ഒരുപാട് 100ഓളം നടന്നിട്ടുണ്ട്. ദർ ഈസ് എ ഫ്രീ പ്രസ്, ഇവിടെ ഇഷ്ടംപോലെ ഫ്രീ പ്രസ് എന്ന് പറഞ്ഞാൽ ആർക്കും എന്തിനെക്കുറിച്ചും എന്ത് അഭിപ്രായം തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. ആസ് വെൽ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അല്ലേ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി ആരുടെയും മുകളിലല്ല, ആരുടെയും കീഴേ അല്ല. ജുഡീഷ്യറിക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാനുള്ള എന്താണ് ജുഡീഷ്യറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോടതി അല്ലെ. കോടതീസ് എല്ലാവരിൽ നിന്നും സ്വതന്ത്രമായിട്ടുള്ള ഒരു കോടതിയാണ്. ഫൈനലി ദ ഫാക്ട് ദാറ്റ് പീപ്പിൾ സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഓർ പ്രാക്ടീസ് ഡിഫറെൻറ്റ് ഫെയ്ത്ത്, ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്നവരാണെങ്കിലും ഡിഫറെൻറ്റ് വിശ്വാസങ്ങൾ കീപ്പ് ചെയ്യുന്നവരാണെങ്കിലും ഹാസ് നോട്ട് കം ഇൻ വേ ഓഫ് നാഷണൽ യൂണിറ്റി. അതൊന്നും നാഷണൽ യൂണിറ്റിയുടെ പേരിൽ വന്നിട്ടില്ല. ഇപ്പോഴും നാഷൻ യുണൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് സെയിങ് ഹിയർ. ഓൺ ദ അതർ ഹാൻഡ് ഡീപ്പ് ഡിവിഷൻസ് പെർസിസ്റ്റ്. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു നാഷനായിട്ട് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഡീപ്പായിട്ടുള്ള ഡിവിഷൻസ് ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ഉണ്ട്. ഡെസ്പൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് അൺടച്ചബിലിറ്റി പാടില്ല എന്നുള്ളത്. അൺടച്ചബിൾസ് ഓർ ആസ് ദേ ആർ നൗ റെഫേർഡ് ടു ആസ് ദളിസ്. ദളിസ് എന്നാണ് അൺടച്ചബിൾസിന് അറിയപ്പെടുന്നത് അല്ലേ. ഫോഴ്സ് വയലൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഫേസ് വയലൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഈ ദളിസ് ഇപ്പോഴും വേർതിരിവുകളും വയലൻസ് അക്രമങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പല ഏരിയാസിലും. ഇൻ മെനി പാർട്സ് ഓഫ് റൂറൽ ഇന്ത്യ ദേ ആർ നോട്ട് അലൗഡ് ആക്സസ് ടു വാട്ടർ സോഴ്സസ്, ടെമ്പിൾസ്, പാർക്സ് ആൻഡ് ദെൻ അതർ പബ്ലിക് പ്ലേസസ് അല്ലേ. അവരെന്ത് ചെയ്തു, മെനി പാർട്സ് ഓഫ് റൂറൽ ഇന്ത്യ അല്ലെ, റൂറൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ദേ ആർ നോട്ട് അലൗഡ് ആക്സസ് ടു വാട്ടർ സോഴ്സസ്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് അൺടച്ചബിൾസ് അല്ലെ, അൺടച്ചബിലിറ്റി പാടില്ല, എല്ലാവർക്കും ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പല വാട്ടർ സോഴ്സസിലും ടെമ്പിൾസിലും പാർക്സിലും എന്ന പബ്ലിക് പ്ലേസസിലും എല്ലാം എന്താണ് ഇവരെ എന്ത് ചെയ്തിട്ടില്ല, അലൗഡ് ടു ആക്സസ്, ഇവരെ ഉള്ളിലോട്ട് കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ പലയിടത്തും കണ്ടുകൊണ്ടിരുന്ന ആ പ്രശ്നം. ഇത് 2007 വരെ. ആൻഡ് ഡെസ്പൈറ്റ് ദ സെക്കുലർ ഐഡിയാൽസ് അല്ലേ, എല്ലാ മതങ്ങൾക്കും ഒരേ പ്രാധാന്യമാണ് ഇന്ത്യയിൽ കൊടുക്കുന്നത്. എൻഷ്രിൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ എൻഷ്രിൻ ചെയ്തിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ കാത്തു സൂക്ഷിക്കുന്നത് സെക്കുലർ ഐഡിയാസ് ആണ്. അതായത് എല്ലാ മതങ്ങൾക്കും ഒരേ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ദർ ഹാവ് ബീൻ ക്ലാഷസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലീജിയസ് ഗ്രൂപ്പ്സ് ഇൻ മെനി സ്റ്റേറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്കുലറിസ്റ്റ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിലും പല സ്റ്റേറ്റ്സിലും മതങ്ങളുടെ പേരിൽ വീണ്ടും ക്ലാഷസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Above all, as many observers have noted, the gulf between the rich and poor has grown over the years. മറ്റൊരു കാര്യം, പാവപ്പെട്ടവരും പണക്കാരും എന്നുള്ള ആ ഒരു ഗൾഫ് ഗ്യാപ്പ് എന്താണ് വർഷം കൂടുന്തോറും കൂടി വരികയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സം പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് സം ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസ്
ഹാവ് ബെനിഫൈഡ് എ ഗ്രേറ്റ് ഡീൽ ഫ്രം എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇന്ത്യയിലെ ചില ഭാഗങ്ങളും ഇന്ത്യയിലെ ചില ആളുകളും എന്ത് ചെയ്യുന്നു, എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ നേട്ടങ്ങൾ കുറച്ച് ആളുകൾക്കും കുറച്ച് പ്ലേസസിന് മാത്രമേ കിട്ടുന്നുള്ളൂ. ദേ ലീവ് ഇൻ എ ലാർജ് ഹൗസസ് ആൻഡ് ഡൈൻ ഇൻ എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ്സ്. അവർ വലിയ വീട്ടിലും എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ്സിൽ ഭക്ഷണം കഴിക്കുന്നു. സെൻഡ് ദെയർ ചിൽഡ്രൻ ടു എക്സ്പെൻസീവ് പ്രൈവറ്റ് സ്കൂളിലോട്ട്, ചിലവ് കൂടിയ പ്രൈവറ്റ് സ്കൂളിലോട്ട് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നു. ആൻഡ് ടേക്ക് എക്സ്പെൻസീവ് ഫോറിൻ ഹോളിഡേയ്സ്, അല്ലേ, വിദേശ ടൂറിലും ഒക്കെയാണ് അവർ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം മെനി അതേഴ്സ് കണ്ടിന്യൂ ടു ലീവ് ബിലോ ദ പോവർട്ടി ലൈൻ. എന്നാൽ പല ഇന്ത്യൻസും ജീവിക്കുന്നത് പോവർട്ടി ലൈനിൻ്റെ താഴെയാണ്. ഹൗസ്ഡ് ഇൻ അർബൺ സ്ലംസ്, അർബൺ ഏരിയാസിലെ ചേരികളിലാണ് ജീവിക്കുന്നത്. ഓർ ലിവിങ് ഇൻ റിമോട്ട് വില്ലേജസ് ഓൺ ലാൻഡ് ദാറ്റ് ഈൽഡ് ലിറ്റിൽ, ചെറിയ ലാൻഡിൽ കുറച്ച് മാത്രം വരുമാനമുള്ള പ്ലേസസിലാണ് വില്ലേജ് ഏരിയാസിൽ ജീവിക്കുന്നത്. ദേ കനോട്ട് അഫോർഡ് സെൻഡ് ദെയർ ചിൽഡ്രൻ ടു സ്കൂൾ. അവരുടെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നുള്ളതാണ്. ബട്ട് ഇൻ റിയൽ ലൈഫ് സം ഇന്ത്യൻസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. ശരിക്കുള്ള ലൈഫിൽ ചില ഇന്ത്യൻസ് കുറച്ച് ആളുകളെക്കാട്ടിലും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അവർ മുമ്പിലാണെന്നുള്ളതാണ് പറയുന്നത്. ജഡ്ജ്ഡ് ബൈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ഇറ്റ് സെൽഫ് അറ്റ് ഇൻഡിപെൻഡൻസ്, ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഹാസ് നോട്ട് ബീൻ എ ഗ്രേറ്റ് സക്സസ്. നന്നായിട്ട് ജഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നുള്ളത് നല്ലൊരു സക്സസ് അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബി ആൻ ഫെയിലിയർ എതർ, എന്നാൽ പരാജയവും അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദിസ് അബൌട്ട് അവർ ലാസ്റ്റ് ചാപ്റ്റർ. So we completed this chapter. Then question answers of this chapter I will send through the WhatsApp. Okay. So വായിക്കുക നന്നായിട്ട് ഭാഗം. If you have any doubt you can ask to me. ഇനി ഒരു ചാപ്റ്റർ കൂടി നമ്മൾക്ക് എടുക്കാനുണ്ട്. ഞാൻ 2 ചാപ്റ്റർ ഉള്ളൂ എക്സാമിന് എന്നാണ് പറഞ്ഞിരുന്നത്, 11, 12 എന്നുള്ളത്. പക്ഷേ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക എല്ലാവരും. വാട്സപ്പിൽ ഞാൻ തരാം, എന്നാലും ഒന്ന് നോട്ട് ചെയ്യാം. ഈ വർഷം റിവിഷൻ ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. റിവോൾട്ട് ഓഫ് 1857 എന്നുള്ള ചാപ്റ്റർ റിവിഷൻ ചാപ്റ്ററാണ്. അതുപോലെ 9ാമത്തെ ചാപ്റ്ററും റിവിഷൻ ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടില്ല, അപ്പോൾ ആ ചാപ്റ്റർ കൂടി നമ്മൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്? 5, 9, 11, 12. അപ്പോൾ അതിനിടയിലൊരു 10 എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, 10ാമത്തെ ചാപ്റ്റർ ഉണ്ട്, അത് പഠിക്കണ്ട, അതൊന്ന് ക്വസ്റ്റ്യൻ ഇല്ല. 5ാമത്തെയും 9ാമത്തെയും 11ാമത്തെയും 12ാമത്തെയും ചാപ്റ്റേഴ്സാണ് യു നീഡ് ടു സ്റ്റഡി ഫോർ കമ്മിങ് എക്സാം. ഓക്കെ. അപ്പോൾ വാട്സപ്പിൽ ഞാൻ തരാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത്. അപ്പോൾ ചാപ്റ്റേഴ്സ് നന്നായിട്ട് വായിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വി ക്യാൻ സീ വിത്ത് അവർ നെക്സ്റ്റ് ചാപ്റ്റർ വിത്തിൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. താങ്ക് യു.